എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നടത്തിയ പേപ്പർ 2 എക്സാമിൻ്റെ ഉത്തരങ്ങളും വിശദീകരണവുമാണ് ഈ വീഡിയോയിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചോദ്യങ്ങൾ മാത്രമുള്ള കഴിഞ്ഞ ക്ലാസ് കണ്ട് ഉത്തരങ്ങൾ സ്വന്തമായി എഴുതിയതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അല്ലാതെ എനിക്ക് ഈ ഉത്തരങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി എന്ന് ആരും ചിന്തിക്കരുത്. കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ വിശദമായ ഉത്തരങ്ങൾ സ്വന്തമായി എഴുതാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഒറിജിനൽ പരീക്ഷയുടെ സമയത്ത് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഗൗരവത്തിൽ തന്നെ എല്ലാവരും ഈ വീഡിയോ കാണുക. ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം ഒത്തുനോക്കി സ്കോർ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ കൃത്യമായ ഒരു ഉത്തരമല്ല നമ്മുടെ ഇത്തരത്തിലുള്ള വിശദമായ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾക്കുണ്ടാവുക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം രക്ഷിതാക്കൾ അനുയോജ്യമായ സ്കോർ നൽകുകയാണ് വേണ്ടത്. അപ്പോൾ ഓരോ ചോദ്യത്തിനും പരമാവധി 5 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച സ്കോർ അവസാനം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഓക്കെ, മലയാളത്തിൽ 10 സ്കോറാണ് ആകെ ലഭിക്കുന്നത്. 2 ചോദ്യങ്ങൾ 5 വീതം മാർക്കുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം രചനാപരിചയക്കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്താണ് രചനാപരിചയക്കുറിപ്പ്? രചനാപരിചയക്കുറിപ്പ് എന്താണെന്നും അത് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നിർബന്ധമായിട്ടും ആ വീഡിയോ കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ വായിച്ച് ആസ്വദിച്ച ഒരു കവിത അല്ലെങ്കിൽ കഥ എന്തുമാകാം, രചന ഏതുമാകാം, അത് നമ്മൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കവിതയെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി തയ്യാറാക്കുന്ന കാര്യങ്ങളാണ് രചനാപരിചയക്കുറിപ്പ്. പക്ഷെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് അറിയാനായിട്ട് നമ്മുടെ രചനാപരിചയക്കുറിപ്പിൻ്റെ വീഡിയോ കൂടി കാണുക. ഓക്കെ, അപ്പോൾ രചനാപരിചയക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നല്ല രസകരമായിട്ടുള്ളൊരു തുടക്കം വേണം. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തുടക്കമായിരിക്കണം. ഓക്കെ, അതിനുശേഷം ഈ രചനയെ പരിചയപ്പെടുത്തണം. കഥയാണോ കവിതയാണോ, എന്താണ് പേര്, ആരാണ് എഴുതിയത്, ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. പിന്നീടോ ആ കവിതയുടെ ആശയത്തെക്കുറിച്ച് പറയണം. പിന്നെ ആ കവിതയിലുള്ള ശബ്ദഭംഗിയെ പറ്റി പറയണം. പ്രയോഗങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ കവിതയെ പറ്റിയുള്ള സ്വന്തം അഭിപ്രായങ്ങൾ കൂടി അവസാനം ഉൾപ്പെടുത്തണം. ഓക്കെ, എന്നിട്ട് അവരോട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആ കവിത വായിച്ചു നോക്കാനും പറയണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് രചനാപരിചയക്കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്. വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവർ കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു മോഡൽ ഉത്തരം നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഒരു തലക്കെട്ട് നമ്മൾ നൽകേണ്ടതുണ്ട്. ഇത്തരത്തിൽ രചനാപരിചയക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ തലക്കെട്ട് നൽകണം. ഇവിടെ എന്താണ് നൽകിയിട്ടുള്ളത്? പൂക്കാലം വരവായി. അപ്പോൾ ഈ ഒരു കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തലക്കെട്ടായിരിക്കണം നൽകണം. ഇവിടെ വസന്തകാലത്തിൻ്റെ വരവിനെ പറ്റിയാണ് പറയുന്നത്. ആ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ പൂക്കാലം വരവായി എന്നുള്ളൊരു തലക്കെട്ടാണ് നമ്മളിവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇത്തരത്തിൽ അനുയോജ്യമായൊരു തലക്കെട്ട് നൽകുക. നമ്മുടെ ചുറ്റുപാടിനെ ഏറ്റവും മനോഹരമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. എന്താണെന്നോ? പൂക്കൾ തന്നെ. എത്രയെത്ര പൂക്കളാണല്ലേ നമുക്ക് ചുറ്റും. മുല്ലപ്പൂവ്, റോസാപ്പൂവ്, ചെക്കിപ്പൂവ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര വൈവിധ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്ത് എന്താണ് നൽകിയിട്ടുള്ളത്? നമ്മൾ കവിതയിലേക്ക് പോയിട്ടില്ല. പക്ഷെ ആ കവിതയിലുള്ള ആശയത്തെ അടിസ്ഥാനമാക്കി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. അത് രസകരമായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നല്ലൊരു തുടക്കം നമ്മൾ നൽകിയിട്ട് മാത്രമേ കൃതിയെയും എഴുത്തുകാരനെയും പരിചയപ്പെടുത്താൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. പൂക്കളുടെ ഉത്സവകാലമായ വസന്തത്തെക്കുറിച്ച് ഒരു മനോഹരമായ കവിതയുണ്ട്. മലയാളത്തിൻ്റെ സ്നേഹഗായകൻ കുമാരനാശാൻ രചിച്ച പൂക്കാലം എന്ന കവിതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു കൃതിയെ പരിചയപ്പെടുത്തി കഴിഞ്ഞു, എഴുത്തുകാരനെയും പരിചയപ്പെടുത്തി. ഇനി നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആ കവിതയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ടത്. പ്രകൃതിയുടെ വശ്യമായ സൗന്ദര്യത്തെയും വസന്തകാലത്തിൻ്റെ വരവിനെയും അതീവ ലളിതമായി വർണ്ണിക്കുന്ന കവിതയാണിത്. മുല്ല, ഇലഞ്ഞി, തേന്മാവ്, അശോകം എന്നിങ്ങനെ അനവധി ചെടികളും മരങ്ങളും പൂത്തു നിൽക്കുന്നു. പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാരണം വേലികൾക്ക് പോലും വർണ്ണങ്ങൾ കൈവരുന്ന കാഴ്ച എത്ര മനോഹരമായിരിക്കും അല്ലേ? ഇതിനെല്ലാം പുറമെ പൂക്കളുടെ സുഗന്ധം വഹിച്ചു കൊണ്ടുവരുന്ന തെന്നലുമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ആ കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ? അതിൻ്റെ ആശയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ
ഏകദേശം ഒരു പകുതി ഭാഗം വരെയുള്ള കാര്യങ്ങളെ നമ്മൾ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അല്ലാതെ മുഴുവൻ കാര്യങ്ങൾ ആ കഥയുടെയോ അല്ലെങ്കിൽ ആ കവിതയുടെയോ അവസാനം എന്തൊക്കെ സംഭവിച്ചു എന്ന് നമ്മൾ ഈ രചനാപരിചയക്കുറിപ്പിൽ ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം അത്തരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ആ കഥ അല്ലെങ്കിൽ കവിത വായിക്കാനുള്ളൊരു താല്പര്യമുണ്ടാവില്ല. ഉദാഹരണമായിട്ട് നമ്മളൊരു ത്രില്ലർ സിനിമയാണ് കണ്ടത്. അതിൻ്റെ കഥ മുഴുവൻ മറ്റൊരാൾക്ക്, കാണാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ സിനിമ കാണാനുള്ള താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. ആ ക്ലൈമാക്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷ നിലനിർത്തണം. അത് നമ്മൾ ഇവിടെയും അതേ രീതിയിൽ തന്നെ ചെയ്യുകയാണ്. കവിതയുടെ അവസാനത്തിൽ അല്ലെങ്കിൽ കഥയുടെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ബാക്കി നമുക്ക് വായിക്കാം. കവിതയിലെ വർണ്ണനകൾ വായനക്കാരൻ്റെ ഉള്ളിൽ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്. ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എന്ന് കാടിൻ്റെ ചുവപ്പിനെ സന്ധ്യാമേഘങ്ങളോട് ഉപമിച്ചത് ഏറെ മനോഹരമാണ്. വായിക്കുന്നു, ചോക്കുന്നു, ഉല്ലാസം എല്ലാവർക്കും, ചന്തം, അന്തി എന്നിങ്ങനെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നത് കവിതയ്ക്ക് ശബ്ദഭംഗി നൽകുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണെന്ത്? ശബ്ദഭംഗി. എന്താണ് ശബ്ദഭംഗി? ഒരേ ശബ്ദം ആവർത്തിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഒരേ പദങ്ങളായിരിക്കാം, ഒരേ അക്ഷരങ്ങളായിരിക്കാം, ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് കവിതയ്ക്കൊരു പ്രത്യേക ഭംഗി നൽകും. അത്തരത്തിൽ കവിതയ്ക്ക് ലഭിക്കുന്ന ഭംഗിയാണ് ശബ്ദഭംഗി. മറ്റൊരു കാര്യം നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഏതാണ്? പ്രയോഗ ഭംഗിയാണ്. അപ്പോൾ പ്രയോഗങ്ങളുള്ള കവിതകളിൽ ആ പ്രയോഗങ്ങളെ പറ്റി പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ വർണ്ണനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രയോഗമല്ല, വർണ്ണനകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മുടെ രചനാപരിചയക്കുറിപ്പിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണം. ഓക്കെ, മറന്നു പോകരുത്. അപ്പോൾ ശബ്ദഭംഗിയും വേണം, പ്രയോഗ ഭംഗിയും വേണം. ഓക്കെ, ഇനി നമുക്ക് അവസാന ഭാഗത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു ഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കവിതയിലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ഈ കവിത പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആളോട് അത് വായിക്കാൻ ആവശ്യപ്പെടണം. കവിതയോ കഥയോ ആകാം. ഓക്കെ, അതിമനോഹരമായ മറ്റെന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്നും കാറ്റിനെ കൂടാതെ മറ്റാരൊക്കെയാണ് വസന്തത്തെ വരവേൽക്കാൻ വരുന്നതെന്നും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ? അതൊക്കെ അറിയാനായി നിങ്ങളും ഈ കവിത ഒന്ന് വായിച്ചു നോക്കൂ. എനിക്ക് ഏറെ ഇഷ്ടമായ ഈ കവിത നിങ്ങൾക്കും തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രചനാപരിചയക്കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി പരിശോധിക്കാം. ഏറ്റവും ആദ്യം ഒരു തലക്കെട്ട് നമ്മൾ നൽകണം. പിന്നീട് നല്ല രസകരമായിട്ടുള്ള, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ളൊരു തുടക്കം നൽകണം. പിന്നീട് നമ്മുടെ രചനയെയും അതിൻ്റെ എഴുത്തുകാരനെയും പരിചയപ്പെടുത്തണം. അതിൽ നിന്നും നമ്മുടെ രചനയുടെ, കവിതയുടെ അല്ലെങ്കിൽ കഥയുടെ ആശയത്തെക്കുറിച്ച് പറയണം. പിന്നീട് ശബ്ദഭംഗി, പ്രയോഗഭംഗി എന്നിവ വരണം. അത് കഴിഞ്ഞ് നമ്മുടെ അഭിപ്രായവും മറ്റുള്ളവരോട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ കവിത അല്ലെങ്കിൽ കഥ വായിക്കാൻ പറയുന്ന ഭാഗവും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാലാണ് നമുക്ക് മുഴുവൻ മാർക്കും രചനാപരിചയക്കുറിപ്പിന് ലഭിക്കുന്നത്. അപ്പോൾ രചനാപരിചയക്കുറിപ്പിൻ്റെ വീഡിയോ കാണാത്തവർ അത് നിർബന്ധമായും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തതൊരു ഡയറി കുറിപ്പാണ് അല്ലേ? അപ്പോൾ ഡയറി തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലൊരു ചോദ്യമാണ്. കാട്ടിലെ കായികോത്സവം അവസാനിച്ചപ്പോൾ മൃഗങ്ങളെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു. മരക്കൊമ്പിലിരുന്ന് ആവേശത്തോടെ കൈയടിച്ചും ആർപ്പു വിളിച്ചും മത്സരങ്ങൾ ആസ്വദിച്ച കുരങ്ങൻ അന്നത്തെ വിശേഷങ്ങൾ തൻ്റെ ഡയറിയിൽ കുറിച്ചു. കുരങ്ങൻ്റെ അന്നത്തെ ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പോൾ നമ്മുടെ കാട്ടിലെ കായികോത്സവം കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരമാണ് കാട്ടിൽ നടന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡയറി കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഡയറി കുറിപ്പ് എഴുതുമ്പോൾ ആരാണോ എഴുതുന്നത് അവർ പറയുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഞാൻ, എൻ്റെ, എനിക്ക് തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആത്മഗത ശൈലിയിലാണ് ഇത് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതിലെന്തായിരിക്കണം? സ്വന്തം അനുഭവങ്ങളും വികാരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കണം. സന്തോഷമാണോ സങ്കടമാണോ തോന്നിയത്, അല്ലെങ്കിൽ ആവേശം തോന്നിയോ, ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടണം. പിന്നെ ഈ കുരങ്ങൻ മരക്കൊമ്പിലിരുന്ന് കളി കണ്ടതും, പിന്നെ മത്സരങ്ങളിലെ ആവേശവും, പിന്നെ പറഞ്ഞിരുന്നല്ലേ എല്ലാ വിഷമങ്ങൾ മറന്നതും വിശപ്പ് മറന്നതും ഒക്കെ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറി കുറിപ്പായിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു മോഡൽ, ഇതൊന്നും കൃത്യമായിട്ടുള്ള ഇതേ ഉത്തരമേ പാടുള്ളൂ എന്നൊന്നുമില്ല. ഒരു മോഡലാണ്. നിങ്ങൾക്ക് പല രീതിയിൽ മാറ്റി നിങ്ങളുടെ സ്വന്തം ശൈലിയിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, 2026 ഫെബ്രുവരി 10 ചൊവ്വ.
എന്തൊരാവേശകരമായ ദിവസമായിരുന്നു ഇന്ന്. കാട്ടിലെ കായികോത്സവം ഇത്ര ഗംഭീരമാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. രാവിലെ മൈതാനത്ത് എത്തിയപ്പോൾ തന്നെ വലിയ തിരക്കായിരുന്നു. ഓരോ മൃഗവും എത്ര ആവേശത്തോടെയാണ് പങ്കെടുത്തത്. റണ്ണൻ ചീറ്റപ്പൊലി ഓട്ടമത്സരത്തിന് തുടക്കമിട്ടപ്പോൾ തുടങ്ങിയതാണ് ബഹളം. മുയലിൻ്റെയും കൂട്ടരുടെയും ഓട്ടം കാണാൻ നല്ല രസമായിരുന്നു. മത്സരങ്ങളൊക്കെ മരക്കൊമ്പിലിരുന്ന് കാണുമ്പോൾ എനിക്ക് ആവേശം അടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മരക്കൊമ്പിലിരുന്ന് കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. കളിയിൽ മുഴുകിയപ്പോൾ വിശപ്പും വിഷമങ്ങളും എല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞത് എത്ര ശരിയാണ്. തോറ്റവർ പോലും വിജയികളെ കെട്ടിപ്പിടിച്ചും സെൽഫിയെടുത്തും ആഘോഷിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. മത്സരം കഴിഞ്ഞ് വിജയികൾക്ക് മെഡലും പൂമാലയും നൽകിയപ്പോൾ മൈതാനം ആർപ്പുവിളികൾ കൊണ്ട് നിറഞ്ഞു. അച്ചുവിനോടൊപ്പം കളിച്ചാൽ കളി പഠിക്കാമെന്ന് എല്ലാവരും പറയുന്നത് വെറുതെയല്ല. അടുത്ത വർഷവും ഇതേപോലെ ഒരു കായികോത്സവം ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഇന്ന് ശരിക്കും മനോഹരമായ ഒരു ദിവസമായിരുന്നു. ഇനി നാളെ നേരത്തെ എഴുന്നേൽക്കണം. അപ്പോൾ ഇതൊരു മോഡൽ മാത്രമാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡയറി കുറിപ്പുകൾ സ്വന്തമായിട്ട് എഴുതാവുന്നതാണ്. ആ കുരങ്ങൻ സ്വന്തം കാര്യങ്ങൾ പറയുന്ന രീതിയിലായിരിക്കണം. ആ കളിയുടെ ആവേശത്തെ പറ്റി പറയണം. സ്വന്തം അനുഭവങ്ങളും വികാരങ്ങളും നിർബന്ധമായും ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇത്തരത്തിലൊരു ഡയറി കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ഇംഗ്ലീഷിലെ ചോദ്യമാണ്. 5 മാർക്കാണ്. ഒരേ ഒരു ചോദ്യം മാത്രമാണുള്ളത്. ഓക്കെ, കോൺവെർസേഷൻ ആണല്ലേ. സോ എ സ്റ്റോറി ഈസ് ഗിവൺ ഹിയർ. യു ഹാവ് ടു റീഡ് ഇറ്റ് ആൻഡ് യു ഹാവ് ടു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി. ഓക്കെ, ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി. Manu is a poor boy. One day he sees a girl named Puchku coming out of the library with a big colorful book. Manu is curious because he also wants to read, but he doesn't know how to get a book. He walks up to Puchku to talk to her. Complete the possible conversation between Manu and Puchku. അപ്പോൾ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി കാണും. Manu is a poor boy. One day he sees a girl named Puchku. പുച്കുവിനെ കാണുകയാണ് ആര്? മൻ. Where is Puchku coming from? Yes, she is coming out of the library. Then what is in her hands? Yes, a big colorful book. മനുവിനും ആ പുസ്തകങ്ങൾ വായിക്കണമെന്നുണ്ട്. അവന് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എങ്ങനെയാണ് പുസ്തകങ്ങൾ കിട്ടുകയെന്ന് അവൻ അറിയില്ല. He doesn't know how to get a book. So he walks up to Puchku and there is a conversation, and the conversation begins like this. Manu, hello, that is a very big and colorful book in your hand. What is it? Puchku, hi, this is a story book. അത്രയും കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായി ഉൾപ്പെടുത്തി ഈ കോൺവെർസേഷൻ വികസിപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഒരു മോഡൽ മാത്രം ഇവിടെ നൽകുകയാണ്. നമുക്ക് മോഡൽ പരിശോധിക്കാം. Manu, hello, that is a very big and colorful book in your hand. What is it? Puchku, hi, this is a story book. It is a treasure for me. Manu, a treasure? I love stories. Can I read it too? Puchku, yes, of course. It has many beautiful pictures and magic stories inside. Manu, but I am poor. I don't have any money to buy such a big book. Puchku, you don't need money, Manu. We can get many books from the library. Manu, that is wonderful. Will you please take me to the library? Puchku, yes, let's go together. We will find a worthy friend for you on the shelf. അപ്പോൾ ഇതൊരു മോഡൽ മാത്രമാണ്. ഇത്തരത്തിൽ നല്ല കോൺവെർസേഷൻസ്, നല്ല എക്സ്ചേഞ്ചസ് ഉൾപ്പെടുത്തി ഒരു കോൺവെർസേഷൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് നൽകാം. ഓക്കെ, നമുക്ക് അടുത്തത് ഗണിതമാണ്. 10 സ്കോറാണ് ആകെയുള്ളത്. 2 ചോദ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ചോദ്യം പരിശോധിക്കാം. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. കുറേ ചതുരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു രൂപമാണ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് നൽകിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ചിത്രത്തിൽ 1, 2, 3, 4 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന 4 ചതുരങ്ങൾ ചേർന്ന് ഒരു വലിയ ചതുരം ഉണ്ടാക്കിയിരിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് 1, 2, 3, 4 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ 4 ചതുരങ്ങൾ കാണാം. അത് ചേർത്തുണ്ടാക്കിയ വലിയ ചതുരവും നിങ്ങൾക്ക് കാണാം. ഓക്കെ അല്ലേ? യെസ്. 1ഉം 2ഉം സമചതുരങ്ങളാണ്. അപ്പോൾ ഇതും സമചതുരങ്ങളാണ്. ഒന്നാമത്തെ സമചതുരത്തിന് 24 സെന്റിമീറ്റർ ചുറ്റളവുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? 24 സെന്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? യെസ്. മൂന്നാമത്തെ ചതുരത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ മൂന്നാമത്തെ ചതുരത്തിന്റെ നീളം എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. നീളമാണ് അവിടെ തന്നിട്ടുള്ളത്. നാലാമത്തെ ചതുരത്തിന് 52 സെന്റിമീറ്റർ ചുറ്റളവുണ്ട്. നാലാമത്തെ ചതുരത്തിന്റെ ചുറ്റളവാണ് പറഞ്ഞത്. എത്രയാണ് തന്നത്? 52 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 4 ചോദ്യങ്ങളാണ് താഴെയുള്ളത്. ഓപ്ഷൻ എ നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? അപ്പോൾ ഒന്നാമത്തെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ആ രൂപത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള വിവരങ്ങൾ അടയാളപ്പെടുത്തി വെക്കണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ അടുത്ത പേജിൽ ഈ ചിത്രത്തിനെ ഒന്ന് വലുതാക്കി എടുക്കുകയാണ്. എന്നിട്ട് അവിടെ നമുക്ക് ക്രിയകൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്ന വിവരം എന്താണ്? 1ഉം 2ഉം സമചതുരങ്ങളാണ്. ഒന്നാമത്തെ സമചതുരത്തിന് 24 സെന്റിമീറ്റർ ചുറ്റളവുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സമചതുരത്തിന്റെ ചുറ്റളവ് നമുക്കിവിടെ അടയാളപ്പെടുത്തി വെക്കാം. ചുറ്റളവുകളൊക്കെ നമുക്ക് ആ ചതുരത്തിന്റെ നടുഭാഗത്ത് എഴുതാം. 24 സെന്റിമീറ്റർ ഇതതിൻ്റെ ചുറ്റളവാണ്. ഓക്കെ. മറ്റു കാര്യം എന്താണ്? മൂന്നാമത്തെ ചതുരത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ. മൂന്നാമത്തെ ചതുരം ഇതാണ്. അതിൻ്റെ നീളം നമുക്ക് മുകൾ ഭാഗത്തായിട്ട് അടയാളപ്പെടുത്തി വെക്കാം. എത്രയാണ്? 10 സെന്റിമീറ്റർ. ഓക്കെ. അപ്പോൾ സെന്റിമീറ്റർ നമ്മളിപ്പം തൽക്കാലം സൗകര്യത്തിന് വേണ്ടി ചേർക്കുന്നില്ല. 10 ആണ് ഇവിടെ. അടുത്ത കാര്യം, നാലാമത്തെ ചതുരത്തിന് 52 സെന്റിമീറ്റർ ചുറ്റളവുണ്ട്. നാലാമത്തെ ചതുരം ചുറ്റളവാണ് ഇവിടെ തന്നത്. 52 ചുറ്റളവ് നമുക്ക് നടുഭാഗത്ത് എഴുതി വെക്കാം. 52. ഓക്കെ. യെസ്. അപ്പോൾ നമ്മൾ കണ്ടെത്താൻ പറഞ്ഞത് എന്താണ്? ആദ്യത്തെ ചതുരത്തിൻ്റെ, അതായത് സമചതുരമാണ്, അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളമാണ്. ചുറ്റളവ് 24 ആണ്. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം കണ്ടെത്താനുള്ള വഴി എന്താണ്? സമചതുരത്തിൻ്റെ വശങ്ങളുടെ പ്രത്യേകത എന്താണ്? എല്ലാ വശങ്ങൾക്കും തുല്യ നീളമായിരിക്കും. അപ്പോൾ വശത്തിൻ്റെ നീളം എത്രയാണോ അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതിൻ്റെ ചുറ്റളവ് കിട്ടും. അപ്പോൾ ചുറ്റളവിൽ നിന്ന് തിരിച്ച് വശങ്ങളിലേക്ക് പോകാൻ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഹരിച്ചാലും മതി, അല്ലെങ്കിൽ 4 തുല്യ ഭാഗങ്ങളാക്കിയാലും മതി. 24ൻ്റെ പകുതി നമുക്ക് കണ്ടെത്താം. 12. 12ൻ്റെ പകുതി എത്രയാണ്? 6. അപ്പോൾ 6 ആണ് ഒരു വശമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വശങ്ങളും സമചതുരമായതുകൊണ്ട് എത്ര തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? ആർക്കും സംശയമില്ലല്ലോ? യെസ്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 6 സെന്റിമീറ്റർ അല്ലേ? 6 സെന്റിമീറ്റർ. ഓക്കെ. അത് നമ്മൾ എഴുതി കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചതുരത്തിന്റെ ചുറ്റളവ് എത്ര? ഓക്കെ. മൂന്നാമത്തെ ചതുരത്തിന്റെ ചുറ്റളവ് നമ്മൾ കണ്ടെത്തണം. മൂന്നാമത്തെ ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടെത്തണമെങ്കിൽ എന്തൊക്കെ നമുക്കറിയണം? നീളവും വീതിയും അറിയണം. നീളം എത്രയാണെന്ന് തന്നു? 10. അപ്പോൾ മുകളിലുള്ള വശം 10 ആയതുകൊണ്ട് താഴെയുള്ള വശവും എത്ര തന്നെ? 10. ഇനി നമുക്ക് വീതി കണ്ടെത്തണം. ഈ ചതുരത്തിന്റെ വീതി എത്രയാണ്? അത് കണ്ടെത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നേരിട്ട് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടില്ല. അത് കണ്ടെത്താൻ ഇവിടെ നമുക്ക് സഹായകമായ വിവരങ്ങളുണ്ട്. ഈ ഒന്നാമത്തെ ചതുരം, രണ്ടാമത്തെ ചതുരം, അത് രണ്ടും എന്താണ്? സമചതുരങ്ങളാണ്. അപ്പോൾ ഈ ഒന്നാമത്തതിൻ്റെ ഈ വശം എത്രയാണ്? 6 ആണ്. അപ്പോൾ അത് രണ്ടാമത്തെ സമചതുരത്തിൻ്റെയും വശമല്ലേ? രണ്ടാമത്തെ സമചതുരത്തിൻ്റെ ഒരു വശം 6 ആണെങ്കിൽ മറ്റെല്ലാം 6 ആയിരിക്കില്ലേ? യെസ്. അപ്പോൾ ഇതെല്ലാം 6 കിട്ടി. അപ്പോൾ ഇതിപ്പോൾ എത്രയാണെന്ന് നമുക്ക് കിട്ടി? 6 ആണ്. അത് നമ്മുടെ മൂന്നാമത്തെ ചതുരത്തിൻ്റെ വീതിയല്ലേ? യെസ്. അപ്പോൾ അത് 6 ആണ്. അതുകൊണ്ട് ഈ വശവും 6 തന്നെ. അപ്പം നമുക്ക് ചുറ്റളവ് എത്ര കിട്ടും? 10ഉം 10ഉം 20 കിട്ടും. അതിൻ്റെ കൂടെ എന്തും ചേർക്കണം? 6ഉം 6ഉം 12. അപ്പോൾ നമുക്ക് 32 സെൻറ്റിമീറ്റർ മൂന്നാമത്തെ ചതുരത്തിൻ്റെ ചുറ്റളവായി കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എത്രാമത്തെ ഓപ്ഷൻ ആയിരുന്നു? ചോദ്യമായിരുന്നു ബി ആയിരുന്നു അല്ലേ? ഓക്കെ. ബിയുടെ ഉത്തരം എത്രയാണ്? 32 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എയുടെ ഉത്തരം എത്രയായിരുന്നു? എയുടേത് നമ്മൾ കണ്ടെത്തിയത് 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. അപ്പോൾ എ കിട്ടി, ബി കിട്ടിയതിന് നമുക്ക് സി കണ്ടെത്തണം.
സി ചോദ്യം എന്താണ്? 32 നമുക്ക് ഇവിടെയും എഴുതി വെക്കാം. സി, നാലാമത്തെ ചതുരത്തിൻ്റെ വീതി എത്ര? നാലാമത്തെ ചതുരം ഏതാണ്? ഇതാണ്. അതിൻ്റെ വീതി, അതായത് ഒന്നുകിൽ ഈ വശം അല്ലെങ്കിൽ ഈ വശമാണ് ചോദിച്ചത്. ചുറ്റളവ് നമുക്കിവിടെ നൽകി 52 സെൻറ്റിമീറ്റർ ആണ്. ചുറ്റളവിൽ നിന്ന് വീതി നമുക്ക് നേരിട്ട് കണ്ടെത്തണമെങ്കിൽ ഒരു കാര്യം കൂടി അറിയണം. എന്താണ്? അതിൻ്റെ നീളം എത്രയാണെന്ന് അറിയണം. നീളം ഈ 2 വശങ്ങളാണ്. ഇത് കണ്ടെത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്, ഇവിടെയുണ്ട്. മുകളിൽ ഇവിടെ വരെ എത്രയാണെന്ന് തന്നു? 6 ആണെന്ന് നമ്മുടെ മുകളിലുള്ള ഈ വശം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതെത്രയാണ്? അതും 6 ആണെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയാണ്? അത് മൂന്നാമത്തെ ചതുരത്തിൻ്റെ നീളമല്ലേ, അത് 10 ആണ്. അപ്പോൾ ആകെ എത്രയുണ്ട്? 10ഉം 6ഉം 16, 16ഉം 6ഉം 22 സെൻറ്റിമീറ്റർ ആണ് ആ വശം അല്ലേ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടെ വരെയും ഇവിടം തൊട്ട് ഇവിടെ വരെയും 22 സെൻറ്റിമീറ്റർ വീതമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആകെ ചുറ്റളവ് എത്രയാണെന്ന് അറിയാം, 52 ആണ്. അതിൽ നിന്ന് ഈ 2 വശങ്ങളുടെ നീളങ്ങൾ ചേർത്ത് 44 സെൻറ്റിമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര കിട്ടും? 8 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, പക്ഷേ 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ വീതിയാണോ? അല്ല, ഈ വശവും ചേർന്ന അളവാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു വശത്തിൻ്റെ നീളം, അതായത് ഒരു വീതി എത്രയാണെന്ന് കണ്ടെത്താം? 4 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടെത്താം. അപ്പോൾ ഇതെത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്. എയും ബിയും ഓരോ മാർക്ക് വീതമുള്ള ചോദ്യമാണ്. സി 2 മാർക്ക്, ഡി 1 മാർക്ക്. അങ്ങനെ 5 മാർക്കാണ് ഈ ചോദ്യത്തിന് മൊത്തത്തിൽ വരുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് നാലാമത്തെ ഡി ചോദ്യം ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എത്രയായിരുന്നു? 4 സെൻറ്റിമീറ്റർ. 4 ചതുരങ്ങളും ചേർന്ന ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? 4 ചതുരങ്ങളും 4 ചെറിയ ചതുരങ്ങളും ചേർന്ന ചതുരം എന്ന് പറയുന്നത് ഏതാണ്? ആ മുഴുവനായിട്ട് വരുന്ന വലിയ ചതുരമാണ്. അതിൻ്റെ ചുറ്റളവ് എത്രയാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ചുറ്റളവ് കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ നീളവും വീതിയും നമുക്കറിയണം. ഈ ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇതല്ലേ, അതെത്രയാണ് നമ്മൾ കണ്ടെത്തി? 22 ആണെന്ന് നമ്മൾ കണ്ടെത്തിയില്ലേ? അത് തന്നെയല്ലേ മുകളിൽ വശത്തും വരുന്നത്, അതും എത്രയാണ്? 22. അപ്പോൾ ഈ 2 22കൾ ചേർത്ത് നമുക്ക് 44 എഴുതാം. ഇനി 2 വീതികൾ കൂട്ടണം. ഈ വീതി എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയാണ്? 6 ആണെന്ന് നമുക്കറിയാം. ഇവിടെ തൊട്ട് ഇവിടെ വരെ 4 ആണെന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആ ഒരു 10 സെൻറ്റിമീറ്ററും ഈ വശത്തെ 10 സെൻറ്റിമീറ്ററും ടോട്ടൽ 20 നമുക്ക് കിട്ടി. നമുക്കിത് രണ്ടും ചേർത്ത് എഴുതിയാൽ എത്ര കിട്ടും? 64 സെൻറ്റിമീറ്റർ കിട്ടും. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ, കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അവസാനത്തെ ഡി ചോദ്യത്തിൻ്റെ ഉത്തരം. അത് ഞാൻ കുറച്ച് മുകളിലേക്കായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ 4 ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഈ ഒരു ചോദ്യത്തിന് 5 മാർക്കാണ്. എ 1 മാർക്കാണ്, ബി 1 മാർക്കാണ്, സി 2 മാർക്കാണ്, ഡി 1 മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിയായതിനനുസരിച്ച് മാർക്ക് രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിക്കാം. സ്കൂൾ കായികമേളയ്ക്കായി 40 മീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു മൈതാനത്ത് 5 മീറ്റർ ഇടവിട്ട് കൊടികൾ നാട്ടാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമുക്കൊരു ചിത്രത്തിൽ അടയാളപ്പെടുത്തി വെക്കാം. ഇവിടെ നൽകിയിട്ടുള്ള വിവരങ്ങൾ എന്താണ്? ഒരു സമചതുരാകൃതിയുള്ള മൈതാനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഒരു സമചതുരാകൃതിയിലുള്ള ചിത്രം വരച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ അടയാളപ്പെടുത്തണം. മറ്റൊരു വിവരം തന്നെ എന്താണ്? 40 മീറ്ററാണ് ആ സമചതുരത്തിൻ്റെ വശം. അതുകൂടാതെയോ 5 മീറ്റർ ഇടവിട്ടിട്ടാണ് കൊടികൾ നാട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സമചതുരം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ വശം എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എല്ലാ വശങ്ങളും എത്ര തന്നെയായിരിക്കും? 40 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും അല്ലേ? ഓക്കെ. എ ചോദ്യം എന്താണ്? മൈതാനത്തിൻ്റെ ഒരു വശത്ത് മാത്രം 5 മീറ്റർ ഇടവിട്ട് കൊടികൾ നാട്ടിയാൽ ആകെ എത്ര കൊടികൾ വേണ്ടി വരും? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുണ്ട്? ആദ്യത്തെ അറ്റത്തും അവസാനത്തെ അറ്റത്തും കൊടികൾ വേണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഒരു വശത്തിൻ്റെ നീളം 40 ആണ്. ഒരു വശത്ത് മാത്രമാണ് കൊടികൾ നാട്ടുന്നത്. 5 മീറ്റർ ഇടവിട്ടിട്ടാണ് കൊടികൾ നാട്ടേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. ആദ്യത്തെ വശത്ത് കൊടി വേണം. അപ്പോൾ ആദ്യത്തെ കൊടി നമുക്ക് ഇവിടെ നാട്ടിവെക്കാം ഒരു അറ്റത്ത്. അവിടെ ഇപ്പോൾ എന്താണ്, നമ്മൾ ആ അറ്റത്ത് നിന്ന് അളവെടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 0-ൽ നിന്നും തുടങ്ങിയിട്ട് എവിടെ വരെ വരണം? 5 മീറ്റർ ആകുമ്പോൾ ഒരു കൊടി നാട്ടണം. ഓക്കെ, ഇവിടെ 5. ഇനി അടുത്ത കൊടി നാട്ടേണ്ടത് എത്രയിലാണ്?
10-ലാണ് അല്ലേ? 10. അടുത്തതോ 15 വേണം. അതിൻ്റെ അടുത്തത് 20. അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മുടെ ഒരു വശത്തിൻ്റെ നടുഭാഗത്തെത്തും. തൊട്ടടുത്തത് വീണ്ടും 5 ഇടവിട്ടിട്ടാണ്. 25, പിന്നെ 30, പിന്നെ 35, പിന്നെ അവസാനം എത്രാമത്തത്? 40-ാമത്തെ മീറ്ററിൽ അവസാനത്തെ കൊടി. അപ്പോൾ ഇപ്പോൾ എത്ര കൊടികളായി എണ്ണി നോക്കാം. ഇവിടെയാണ് 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ 9 കൊടികളാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആകെ ദൂരത്തിനെ ആ കൊടികളുടെ എത്ര വ്യത്യാസം, ഗ്യാപ്പ് എത്രയാണ് വരുന്നത് അതുകൊണ്ട് ഹരിക്കുക. 40-നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. അത് കൂടാതെ നമ്മൾ ഇവിടെ ഇത് ഇടുന്നത് ആ എണ്ണത്തിൽ കൂടില്ല. അപ്പോൾ ആ ഒരു 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 9 എണ്ണം കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? 9 കൊടികളാണ്. ഓക്കെ അല്ലേ? ഇനി ഒരു കൊടിക്ക് 25 രൂപയാണ് വിലയെങ്കിൽ ഇത്രയും കൊടികൾ വാങ്ങാൻ എത്ര രൂപയാകും? അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്തായി? ഒരു കൊടിയുടെ വിലയെ കൊടിയുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ അല്ലേ? 25-നെ 10 കൊണ്ട് ഗുണിച്ചാൽ 250 അതിൽ നിന്ന് ഒരു 25 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 225 രൂപ കിട്ടും. അതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ആദ്യത്തെ ചോദ്യത്തിന് 2 മാർക്കാണ്, രണ്ടാമത്തെ ചോദ്യത്തിന് 1 മാർക്കാണ്. ഓക്കെ അല്ലേ? നമുക്ക് മൂന്നാമത്തെ സി ചോദ്യം നോക്കാം. മൈതാനത്തിന് ചുറ്റും ഒരു തവണ ഓടാൻ തീരുമാനിച്ച അഭിനവ് 75 മീറ്റർ 60 സെൻറ്റിമീറ്റർ ഓടിക്കഴിഞ്ഞു. മൈതാനം ഒരു വട്ടം പൂർത്തിയാക്കാൻ അവൻ ഇനി എത്ര ദൂരം കൂടി ഓടാനുണ്ട്? അതിന് നമ്മൾ മൈതാനത്തിൻ്റെ ആകെ ദൂരം, ചുറ്റളവ് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം അല്ലേ? അത് കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് ഇത്രയും ഓടിക്കഴിഞ്ഞ ദൂരം കുറച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ മൈതാനം ഏതാകൃതിയിലായിരുന്നു? സമചതുരാകൃതിയിലാണ്. ഒരു വശത്തിൻ്റെ നീളം 40 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ചുറ്റളവ്, അതായത് 4 വശങ്ങളും ചേർന്ന നീളം എത്രയായിരിക്കും? ഇതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 4 16 അതിൻ്റെ കൂടെ നമ്മൾ ആ 10-ൻ്റെ 0 ചേർത്തു. 160 മീറ്റർ ലഭിച്ചു. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ എത്രയാണ് കുറയ്ക്കേണ്ടത്? 75 മീറ്ററും 60 സെൻറ്റിമീറ്റർ. അത്രയും ദൂരമാണ് അഭിനവ് ഓടിക്കഴിഞ്ഞത്. ബാക്കി എത്രയുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് കുറച്ചിട്ട് കണ്ടെത്താം. അപ്പോൾ കുറയ്ക്കുമ്പോൾ നമ്മൾ മീറ്ററിൽ നിന്ന് മീറ്റർ മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ, സെൻറ്റിമീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്റർ മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് സെൻറ്റിമീറ്റർ കുറയ്ക്കാൻ, ഇവിടെ സെൻറ്റിമീറ്റർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 160-ൽ നിന്ന് ഒരു മീറ്ററിന് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 100 സെൻറ്റിമീറ്റർ ആകും. ഇവിടെ 159 മീറ്ററും. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 40 സെൻറ്റിമീറ്റർ ലഭിക്കും. കൂടാതെ നമ്മളിനി മീറ്റർ കണ്ടെത്തണം. 84 മീറ്ററും ലഭിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എത്ര കിട്ടണം? 84 മീറ്റർ 40 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 മാർക്ക് അവിടെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, യെസ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പരിസര പഠനമാണ്. ഒരു ചോദ്യമാണുള്ളത്. ആകെ 5 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ 2 പ്രമുഖ നേതാക്കളായിരുന്നു മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും. എങ്കിലും അവർ സ്വീകരിച്ച സമരമാർഗങ്ങൾ വ്യത്യസ്തമായിരുന്നു. എ. ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും സമരമുറകളിൽ പുലർത്തിയിരുന്ന പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാം? അപ്പോൾ ഈ ഒരു ചോദ്യം 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ബി എന്നുള്ളത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. എന്താണ് ചോദിച്ചത്? ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും സമരമുറകളിൽ, അവരുടെ സമര രീതിയിൽ എങ്ങനെയൊക്കെ മാറ്റം പുലർത്തിയിരുന്നു? വ്യത്യസ്തമായ 2 സമരരീതികളായിരുന്നു ഇവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നത്. ഗാന്ധിജിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് എന്തൊക്കെ പറയണം? അഹിംസയും സത്യാഗ്രഹവും ഒക്കെ പറയണം. എന്നാൽ സുഭാഷ് ചന്ദ്രബോസ് എങ്ങനെയായിരുന്നു? ആയുധമെടുത്ത് പോരാടാൻ ആളുകളോട് പറഞ്ഞിട്ടുള്ളൊരു നേതാവായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ആർമിയൊക്കെ രൂപീകരിച്ചിരുന്നു അല്ലേ? യെസ്. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കുറിപ്പ് തയ്യാറാക്കണം. ഒരു മോഡൽ മാത്രമാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ അഹിംസയിലൂടെ മാത്രം സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ഒരു വിപ്ലവകാരിയായിരുന്നു. അപ്പോൾ നമുക്കൊരു മോഡൽ നോക്കാം.
ഗാന്ധിജി അഹിംസയിലും സത്യാഗ്രഹത്തിലുമാണ് വിശ്വസിച്ചിരുന്നത്. ശത്രുവിൻ്റെ മനസ്സ് മാറ്റി അവരെ കൊണ്ട് തന്നെ തെറ്റിദ്ധരുത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. എന്നാൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ സായുധ പോരാട്ടം അനിവാര്യമാണെന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശ്വസിച്ചു. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഈ നിലപാടിനെ വ്യക്തമാക്കുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ രണ്ട് പേരുടെയും സമര രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ കണ്ടില്ലേ. ഗാന്ധിജി അഹിംസയിലും സത്യാഗ്രഹത്തിലുമൊക്കെ വിശ്വസിച്ചു, എന്നാൽ സുഭാഷ് ചന്ദ്രബോസോ സായുധ പോരാട്ടത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ സാധിക്കൂ എന്ന് വിശ്വസിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് പരിശോധിക്കാം. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ ഇന്ത്യയിൽ നടന്നു. ഇവയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രധാന സമരങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യത്തത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ നീലം കർഷകർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ സമരമാണ്. പിന്നീട് നമുക്ക് നേരിട്ട് പാഠത്തിൽ പഠിക്കാനില്ലെങ്കിലും രണ്ട് സമരങ്ങൾ കൂടിയുണ്ട്. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, നിർബന്ധമില്ല, വേണ്ടവർക്ക് ഉൾപ്പെടുത്താം. ഏതൊക്കെയാണ്? ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും. രണ്ടും 1918 രണ്ടും ഗുജറാത്തിലാണ് നടന്നത് അല്ലേ? അപ്പോൾ അഹമ്മദാബാദ് തുണിമിൽ സമരം തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയും, ഖേഡ സമരം ആ ഖേഡയിലുള്ള കർഷകരുടെ നികുതി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയുമാണ്. അതുകൂടാതെ നമുക്ക് ഉപ്പ് സത്യാഗ്രഹം പറയണം, ക്വിറ്റ് ഇന്ത്യ സമരം പറയണം. അപ്പോൾ നമുക്ക് പാഠത്തിൽ പഠിക്കാനുള്ളതിനെ അടിസ്ഥാനമാക്കി ചമ്പാരനൊപ്പം ഏത് രണ്ടെണ്ണം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഉത്തരത്തിൽ? ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു മോഡൽ നോക്കാം. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. 1917 ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ നീലം കർഷകരെ ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്നും രക്ഷിക്കാനായി നടത്തിയ ഈ സമരം ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ രീതിയുടെ വിജയം തെളിയിച്ചു. സാധാരണക്കാരായ കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഗാന്ധിജി നടത്തിയ ഈ മുന്നേറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടു. ഇത്രയുമാണ് നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സത്യാഗ്രഹം എന്നുള്ള രീതിയിലാണ് അതിനെ നമ്മൾ നിർബന്ധമായി ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചും ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പറയാം. ഇവിടെ ചുരുക്കിയാണ് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അതൊക്കെ ഉൾപ്പെടുത്തി കുറിപ്പ് വലുതാക്കാം. ഉപ്പ് സത്യാഗ്രഹവുമായി പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ബ്രിട്ടീഷുകാർ ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയതിനെതിരെ 1930 നടത്തിയ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. ഗാന്ധിജിയും അനുയായികളും സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് പദയാത്ര നടത്തുകയും അവിടെ വെച്ച് ഉപ്പ് കുറുക്കി നിയമം ലംഘിക്കുകയും ചെയ്തു. ഈ സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ ഇന്ത്യക്കാരെ ഒന്നടങ്കം ആവേശഭരിതരാക്കി. ഓക്കെ, നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ വായിക്കാം. 1942 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഈ സമരകാലത്താണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന വിഖ്യാതമായ ആഹ്വാനം നൽകിയത്. രാജ്യമൊട്ടാകെ ജനങ്ങൾ ഈ പോരാട്ടത്തിൽ പങ്കുചേരുകയും ഭാരതത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായി ഉറച്ചു പോരാടുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അന്ത്യത്തിന് ഇത് വലിയ കാരണമായി. അപ്പോൾ ഇതൊരു മോഡൽ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ 3 സമരങ്ങളെ അടിസ്ഥാനമാക്കി കുറിപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ കണക്കാക്കുകയും അതിവിടെ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ.